വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ തെരുവിലൂടെ നടത്തിയ കുരിശിൻ്റെ വഴി ശ്രദ്ധേയമാകുന്നു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ നാട്ടിൽ സമാധാനം സംജാതമാക്കുക എന്ന നിയോഗത്തോടെയാണ് കുട്ടികൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ അണിചേർന്നത്. വിശുദ്ധ നാട്ടിൻ്റെ ചുമതല വഹിക്കുന്ന ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ, ഇസ്രായേലിലെ അപ്പസ്തോലിക് നൂൻഷോയും ജെറുസലേമിലെ അപ്പസ്തോലിക് ഡെലിഗേറ്റുമായ ആർച്ച് ബിഷപ്പ് അഡോൾഫോ തിത്തോയലാന തുടങ്ങിയവർ കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം സാമൂഹ്യവിരുദ്ധർ വികൃതമാക്കിയ യേശുവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ നിന്നാണ് ഈ വർഷം കുരിശിൻ്റെ വഴി പ്രാർത്ഥന ആരംഭിച്ചത്. ക്ലേശങ്ങളിലൂടെ കടന്നുപോകുന്ന അനുരഞ്ജനം ആവശ്യമുള്ള ജനസമൂഹത്തിൻ്റെ പ്രതീകമായി വികൃതമാക്കപ്പെട്ട ഈശോയുടെ മുഖം അതേപടി നിലനിർത്തിയിരുന്നു. കസ്റ്റഡി ഓഫ് ഹോളി ലാൻഡ് വികാർ ഫാദർ ഇബ്രാഹിം ഫാൽത്താസിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കാൽവരി മലയിലേക്ക് കുരിശം വഹിച്ച് കടന്നുപോയ അതേ പാതയിലൂടെ നടത്തിയ കുരിശിൻ്റെ വഴി പ്രാർത്ഥന സെൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിലാണ് സമാപിച്ചത്.